ടാറ്റ ഗ്രൂപ്പിന്റെ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ GDP കഴിഞ്ഞ് കൂടുതൽ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്നും രണ്ടുമല്ല, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $370 ബില്യൺ മറികടന്നിരിക്കുന്നു എന്നാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 19 വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടാറ്റയുടെ വിവിധ കമ്പനികൾ നടത്തുന്ന മികച്ച പ്രകടനമാണ് ഈ ഒരു മുന്നേറ്റത്തിന് പിന്നിൽ. എന്തിനേറെ പറയണം, 2022-23 കാലയളവിൽ 400 റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് പോലും ഇപ്പോൾ 1000 റേഞ്ചിൽ കടന്നിരിക്കുകയാണ്. രാജ്യത്ത് റിലയൻസ്, അദാനി പോലുള്ള ഒരുപാട് കമ്പനിമാരുണ്ടെങ്കിലും ഇന്ത്യക്കാർക്ക് ടാറ്റയോടുള്ള ഒരു പ്രിയം വേറെ തന്നെയാണ്. ഇപ്പോഴിതാ ഇന്ത്യയിലെ ആദ്യത്തെ ഐഫോൺ നിർമ്മാതാക്കളായി ടാറ്റ വരുന്നതോടുകൂടി ഇലക്ട്രോണിക്സ് രംഗത്തും അവരവരുടെ സാന്നിധ്യം അറിയിക്കുകയാണ്. ടാറ്റയുടെ കീഴിൽ നിരവധി കമ്പനികൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് TCS ആണ്. തൊട്ടുപുറകെ നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് ഉണ്ട് കേട്ടോ. ടാറ്റ ഗ്രൂപ്പിന്റെ ഏകദേശം 25ഓളം കമ്പനികളാണ് ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ടാറ്റ കെമിക്കൽ എന്ന സ്റ്റോക്ക് ഒഴിച്ച് മറ്റെല്ലാ സ്റ്റോക്കുകളും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ടാറ്റ ഗ്രൂപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് നടത്തുന്നത് ഒരു വ്യക്തിയല്ല, മറിച്ച് സോഷ്യൽ സർവീസിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ട്രസ്റ്റുകളാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിരുന്ന രത്തൻ ടാറ്റയ്ക്ക് പോലും വെറും 1% മാത്രമാണ് കമ്പനിയിൽ ഓഹരിയുള്ളത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനായി നിങ്ങൾ ഒരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ തീർച്ചയായും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സ്റ്റോക്കുകൾ തന്നെയാണ് ടാറ്റ ഗ്രൂപ്പിലുള്ളത്. എന്നിരുന്നാലും നിങ്ങളുടേതായ ഒരു ശക്തമായ റിസർച്ചിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാനായി ശ്രമിക്കുക. ഇത്തരം കൂടുതൽ ഉപയോഗപ്രദമായ വീഡിയോസിനായി സ്റ്റേ ട്യൂൺഡ് ടു എൻറിച്ച് മണി.